بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. وكذلك نفصل الآيات ولتستبين سبيل المجرمين. الله سبحانه وتعالى അവന്റെ കിതാബിൽ സൂറത്തു അൽ അൻആമിൽ 55-ാമത്തെ ആയത്തായി നമുക്ക് പറഞ്ഞു തന്നു. വകദാലിക നുഫസ്സിലുൽ ആയാത്ത്, അപ്രകാരം നാം ആയത്തുകളെ, തെളിവുകളെ വിശദീകരിച്ചു തരികയാണ്. എന്തിനു വേണ്ടിയാണ്? വലി തസ്തബീന സബീലുൽ മുജ്രിമീൻ, മുജ്രിമീങ്ങളുടെ, കുറ്റവാളികളുടെ വഴി, പാത അത് വ്യക്തമാകുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ള വലിയൊരു കാര്യമാണ്. അതായത് കുറ്റവാളികളുടെ പാത, മുജ്രിമീങ്ങളുടെ പാത അത് വേർതിരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത നടപടിയാണ്, സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്കത് കാണിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത നടപടിയാണ്, സ്വഹാബത്ത് ഏറ്റെടുത്ത നടപടിയാണത്, സലഫു സ്വാലിഹീങ്ങൾ ഏറ്റെടുത്ത നടപടിയാണത്. അവരുടെ മാർഗം പിൻപറ്റി ആരൊക്കെ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരെ നേരായ രീതിയിൽ ആരൊക്കെ പിൻപറ്റിയോ അവരെല്ലാവരും ഏറ്റെടുത്ത നടപടിയാണത്. മുജ്രിമീങ്ങളുടെ സബീൽ അത് വ്യക്തമാക്കുക എന്നത്. والسابقون الأولون من المهاجرين والأنصار والذين تبعوهم بإحسان, മുഹാജിറുകളും അൻസാറുകളുമായ മുൻഗാമികൾ, ഒന്നാമന്മാർ, അവരെ നേരെ ചൊവ്വെ പിൻപറ്റിയവർ. ആ പിൻപറ്റിയവരുടെ മാർഗമാണിത്. മുജ്രിമീങ്ങളുടെ പാത അത് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കലിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കാരണം അത് വ്യക്തമായില്ലെങ്കിൽ ആളുകൾ അതിൽ വീണുപോകും. അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലിതവഖീഹി, ഞാൻ ഷർറ് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ഷർറിനെ കുറിച്ച് ഞാൻ പഠിച്ചു, എന്തിനു വേണ്ടിയാണ്? ലാ ലിശ്ശർ, എനിക്ക് ഷർറ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ലാകിൻ ലിതവഖീഹി, പക്ഷെ അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറിനെ കുറിച്ച് ചോദിക്കുമായിരുന്നു, ഞാൻ ഷർറിനെ കുറിച്ച് ചോദിക്കുമായിരുന്നു. മഖാഫത അൻ യുദ്രികനി, അത് എന്നെ പിടികൂടുമോ എന്ന് പേടിച്ചുകൊണ്ട്. അപ്പൊ ഷർറിനെ കുറിച്ച് അറിയൽ, ഷർറിനെ കുറിച്ച് പഠിക്കൽ, ഷർറിനെ കുറിച്ച് തഹ്ദീർ നടത്തൽ, അതുപോലെ ഹദറിലായിരിക്കൽ, അതായത് ശ്രദ്ധയിൽ ജാഗരൂകരായിരിക്കൽ നമ്മളുടെ മേലുള്ള ബാധ്യതയാണ്. അത് നമ്മളുടെ മുൻഗാമികളുടെ പാതയാണ്. മുൻഗാമികളുടെ പാതയെ ഒഴിവാക്കുക എന്നത് നമുക്ക് അനുവദനീയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى. ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്മാർഗം വ്യക്തമായതിനു ശേഷവും എതിരിട്ട് നിന്നത്, അവനെ തിരിഞ്ഞടത്തേക്ക് ഞാൻ തിരിച്ചു കളയും. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, എന്ത്? തിരിഞ്ഞടത്തേക്ക് തിരിച്ചു കളയുമെന്ന് പറഞ്ഞതിന് മുമ്പ് പറഞ്ഞ എന്താണ്? വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്തു. അതായത് സലഫു സ്വാലിഹീങ്ങളുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്തത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നും സ്വീകരിച്ച നിലപാടാണ്. അതായത് അവരുടെ അളവുകോൽ ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹീങ്ങളുടെ ചര്യയുമാണ്. അവർക്ക് ശേഷം വന്ന ആരായാലും ഹഖും ബാത്തിലും തിരിച്ചറിയാൻ മടക്കപ്പെടുന്നത് എവിടേക്കാണ്? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും.
ഏറ്റവും നല്ല സമുദായം എന്റെ സമൂഹമാണ്, പിന്നെ അവർക്ക് തൊട്ടുശേഷം വരുന്നവരാണ്, പിന്നെ അവർക്ക് തൊട്ടുശേഷം വരുന്നവരാണ്. ഇവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സലഫുസ് സാലിഹീങ്ങൾ എന്നറിയപ്പെടുന്നവർ. ബാക്കിയുള്ളവരെയും സലഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയും അതുപോലെ തന്നെ കഴിഞ്ഞു മുൻപ് ഇപ്പോ ഈ അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയവരൊക്കെ നമ്മൾ സലഫാണ്. എന്നാൽ ഇവരുടെ കാര്യത്തിലും നമ്മളുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഈ ഖൈറുൽ ഖുറൂനിലേക്ക് നമ്മൾ മടക്കും. സലഫുസ് സാലിഹീങ്ങളുടെ ചര്യയിലേക്ക് നമ്മൾ മടക്കും. അവർ തമ്മിൽ എന്തെങ്കിലും ഭിന്നിപ്പുകളും കാര്യങ്ങളുണ്ടെങ്കിലും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന് മുന്നിലേക്ക് മടക്കും, ഖുർആനിലേക്കും സുന്നത്തിലേക്കും. അതിൽപ്പെട്ടതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ജനങ്ങൾ പറഞ്ഞു, മുതഅയുടെ വിഷയത്തിലോ മറ്റോ ജനങ്ങൾ പറഞ്ഞു, എന്ത്? അബൂബക്കറും ഉമറും ഇങ്ങനെയാണ് പറയുന്നത്, അബൂബക്കറും ഉമറും ഇങ്ങനെയാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, നിങ്ങൾ അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾ ആരെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മുന്നിലുള്ളവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മുന്നിലുള്ളവരോട് ആര് പറയാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെ അള്ളാഹു ശിക്ഷിക്കുമെന്നല്ലാതെ ഞാൻ കാണുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു ഖാല അല്ലാഹു വഖാല റസൂലു, അല്ലെങ്കിൽ ഖാല റസൂലുള്ളാഹ് വതഖൂലുന ഖാല അബൂബക്കർ ഉമർ. ഞാൻ പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അപ്പൊ നിങ്ങൾ പറഞ്ഞു അബൂബക്കർ ഉമറും പറഞ്ഞെന്നോ? മനസ്സിലാവുന്നു? അവർക്കിടയിൽ പോലും എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവസാനം എവിടേക്ക് മടക്കണം? അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക്. അതാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ മിഅ്യാർ അളവുകോല് എന്താണ്? ഈ മൂന്ന് കാര്യങ്ങളാണ്. ഖാല അല്ലാഹ്, ഖാല റസൂൽ വ ഫഹ്മു സലഫ്, ഫഹ്മു അസ്സലഫ്, അല്ലെങ്കിൽ അമലു സലഫ്, അല്ലെങ്കിൽ ഖൗലു സലഫ്, എന്തുവാണെങ്കിലും നമുക്ക് പറയാം. നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ നടക്കേണ്ടത് അവിടേക്കാണ്. അത് ഇമാം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹു തആല ഇമാമാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇപ്പറയ കൂട്ടത്തിലുള്ള ഇമാമാണ്, മുൻകാലക്കാരായ ഇമാമിങ്ങളിൽപ്പെട്ടവരാണ്. അവർ പറഞ്ഞു, ഇൻ ഇസ്തതഅത അല്ലാ തഹുക്ക റഅസക ഇല്ലാ ബിൽ അസരി ഫഫഅൽ. നിനക്ക് തല ചൊറിയണമെങ്കിൽ അതിന് അസർ നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ, ഒരു അസറിന്റെ അടിസ്ഥാനത്തിലേ നീ തല ചൊറിയുള്ളൂ. നിനക്ക് തല ചൊറിയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഒരു അസറുണ്ടോ, ആ വിഷയത്തിൽ ഒരു അസർ ഉണ്ടോ എന്ന് നിനക്ക് ചെക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് അതിലുണ്ടെങ്കിൽ നീ ചെയ്യേ. ദീനിലൊരു കാര്യത്തിന്റെ ഗൗരവം അങ്ങനെയാണ്. നമ്മൾക്കൊരു കാര്യം പറയാൻ തോന്നുന്നുണ്ട്, എനിക്കൊരു കാര്യം ഇപ്പൊ പറയാൻ തോന്നുന്നു. അപ്പോ നമ്മൾ എന്ത് വേണം? ഈ കാര്യത്തിന് നിനക്ക് മുൻഗാമികളുണ്ടോ? നീ പറയുന്ന ഈ കാര്യത്തിന് എന്ത് വേണം? മുൻഗാമി വേണം, സലഫ് വേണം. സലഫുകളില്ലാത്ത ഒരു ഖൗലിലേക്ക് നീ എന്ത് ചെയ്യരുത്? തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്. നിന്റെ ഈ വർത്താനത്തിന് എന്ത് വേണം? സലഫ് വേണം. നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് നീ എന്ത് ചെയ്യരുത്? എന്ന് പറയരുത്. എന്റെ ഇഷ്ടത്തിനായാലും നിന്റെ ഇഷ്ടത്തിനായാലും. അപ്പൊ ആ നിലക്ക് നമുക്ക് മടങ്ങാൻ പറ്റിയ ഇമാമയങ്ങളിൽപ്പെട്ട ഒരാളാണ് അബു മുഹമ്മദ് ഹസൻ ഇബ്നു അലി ഇബ്നു ഖലഫ്, ഹസൻ ഇബ്നു അലി ഇബ്നു ഖലഫ് അൽ ബർബഹാരി റഹിമഹുല്ലാഹു തആല. ഹസൻ ഇബ്നു അലി ഇബ്നു ഖലഫ് അൽ ബർബഹാരി റഹിമഹുല്ലാഹു തആല. ഇമാം ബർബഹാരി എന്നറിയപ്പെടുന്ന നമ്മളുടെ ഇമാം. ഹിജ്റ 329 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ 253 മറ്റോ ആണ് അദ്ദേഹം ജനിക്കുന്നത്. ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ്. ഇമാം ബർബഹാരി ജനിക്കുന്നത് 253 അള്ളാഹുവിന്റെ വലിയ ഒരു നിഅമത്താണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി വ്യക്തമായി ബാക്കി വെച്ചു എന്നുള്ളത്. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഒരു തെറ്റും കൂടാതെ, ഒരു പിഴവും കൂടാതെ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ബാക്കി വെച്ചു, അവർക്ക് പഠിക്കാൻ. അതിലൊരു പിഴവും ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം അതിനെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത് എന്തിനെ? സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ. എല്ലാവിധ മുബ്തിലീങ്ങളുടെ, എല്ലാവിധ കെട്ടിച്ചമക്കലുകാരുടെ, പിഴച്ചവരുടെ എല്ലാ തരത്തിലുള്ള കൈകടത്തലുകളിൽ നിന്നും സുരക്ഷിതമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. ഒരാൾക്കും സംശയം തോന്നാനില്ലാത്ത,
വിധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഫഹ്മു സലഫ്, സലഫിന്റെ ഫഹ്മിനെയും സംരക്ഷിച്ച് നമുക്ക് തന്നു. അതിൽപ്പെട്ടതാണ് ഇമാമിങ്ങളുടെ, ഇത്തരത്തിൽ ഉള്ള ഇമാമിങ്ങളുടെ കിതാബുകൾ. അവരെന്ത് ചെയ്തു? അവർ ഓരോരുത്തരും ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ആജുരി, ഇമാം ബർബഹാരി, അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിന്റെ മകൻ, അതുപോലെ തന്നെ ഇമാം അബൂ ദാവൂദ്, അങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ, ഇമാം ലാലക്കായി, ഒരുപാട് ഇമാമിങ്ങൾ എന്ത് ചെയ്തു? അവരൊക്കെ രചിച്ചു. എന്ത്? സുന്നത്ത് എന്ന്. അഹ്ലുസുന്ന എന്നാൽ എന്താണ് എന്ന ചുരുക്കരൂപം, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ എന്താണ്? ഞങ്ങളെയാണല്ലോ നിങ്ങൾക്ക് പിന്തുടരേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളാണല്ലോ മുൻഗാമികൾ നിങ്ങളുടെ. അഹ്ലുസുന്ന അവർ ആരാണ്, അവർ എങ്ങനെയാണ്, അവർ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്തു? അവർ വ്യക്തമായി നമുക്ക് വിശദീകരിച്ചുകൊണ്ട് കിതാബുകൾ എത്തി. ആ കിതാബുകൾ ഇന്നും സംരക്ഷിച്ചുവിട്ട് പോന്നുകൊണ്ടിരിക്കുന്നു. ആ കിതാബുകളുടെ കാര്യത്തിലോ ആ ഇമാമിങ്ങളുടെ കാര്യത്തിലോ നമുക്കൊരു സംശയമില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ആർക്കൊരു സംശയമുണ്ടോ? അദ്ദേഹം അഹ്ലുസുന്നയാണോ അല്ലേന്ന്? ഇല്ല. അങ്ങനെ സംശയിക്കുന്നവനാണ് എന്ത്? അതിന്റെ പുറത്തുള്ള ഇമാം ബർബഹാരി റഹിമഹുല്ലാ, ആർക്കെങ്കിലും സംശയമുണ്ടോ? അഹ്ലുസുന്നയാണോ? അദ്ദേഹത്തിന്റെ നിലപാടുകൾ അഹ്ലുസുന്നതാണോ? അദ്ദേഹത്തിന്റെ കിതാബിലുള്ള അഹ്ലുസുന്ന നിലപാടുകളാണോ? ആർക്കും സംശയമുണ്ടോ? ഇല്ല. അങ്ങനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായി? അവൻ പുറത്തു. ഇമാം ലാലക്കായി, കുറച്ചു ദിവസം മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമാം അൽ ആജുരി റഹ്മത്തുള്ളാഹിയുടെ കിതാബ് വായിച്ചിരുന്നു, കിതാബിന്റെ ഒരു ഭാഗം വായിച്ചിരുന്നു. അദ്ദേഹം അഹ്ലുസുന്നന്റെ പുറത്താണ്, അദ്ദേഹം കുറച്ച് ഹുലുവുള്ള ആളാണ് എന്നായിരിക്കും അഭിപ്രായം ഉണ്ടോ? അദ്ദേഹം കുറച്ച് കടന്നു ചിന്തിക്കുന്ന, കുറച്ച് അതിരുകവിച്ചിട്ടുള്ള ആളാണ് എന്നായിരിക്കും ചിന്ത ഉണ്ടോ? ചിന്ത ഉണ്ടെങ്കിൽ അവനെന്താണ്? അവൻ പുറത്താണ്. ചില ആളുകൾ അങ്ങനെ എന്ത് ചെയ്തു? പറയാൻ ശ്രമിച്ചു. ഇവർ വായിച്ച കിതാബിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവൻ പറഞ്ഞത് ആരെയാണ്? ഇമാം ആജുരി റഹ്മത്തുള്ളാഹിയുടെ നിലപാടുകളെയാണ്. ഇന്നേ വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അതേപടി സ്വീകരിച്ചു പോന്ന ഇമാം ആജുരി റഹ്മത്തുള്ളാഹിയുടെ നിലപാടുകൾ. എന്തായാലും അൽഹംദുലില്ലാ, നമ്മുടെ സഹോദരൻ അബൂ മുഫ്ലിഹ് ഉസ്മാൻ ഹഫിളഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖദറും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഇൽമും അതുപോലെ ഇജ്തിഹാദും അദ്ദേഹത്തിനുള്ള തൗഫീഖും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. എന്ത് ചെയ്യുന്നുണ്ട്? ഇമാം ബർബഹാരി റഹിമഹുള്ളാഹിയുടെ ശർഹ് സുന്ന, അതിന്റെ ദർസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞായറാഴ്ചകളിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ശർഹ് സുന്ന അത് ജനങ്ങൾക്ക്, മലയാളികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ തനതായ ശൈലിയിൽ, അതല്ലാതെ വക്രീകരിക്കപ്പെട്ട രീതിയിലല്ലാതെ. എന്താണോ ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞത് അതുപോലെ പറഞ്ഞു വന്നത്. ഇമാം ബർബഹാരി റഹിമഹുള്ളാഹിയുടെ ശർഹ് സുന്ന ഹിജ്റ 253 അല്ലെങ്കിൽ ആ ഒരു സമയത്ത് 233 പറയപ്പെടുന്നു ജനിക്കുകയും ഹിജ്റ 329 മരണപ്പെടുകയും ചെയ്ത ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ്. അദ്ദേഹം എന്താണ്? അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു അടയാളമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ചെറിയൊരു തർജ്ജമ അബൂ മുഫ്ലിഹ് ഹഫിളഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. എല്ലാവരും അബൂ മുഫ്ലിഹ് ഹഫിളഹുള്ളാഹിയുടെ ദർസുകൾ ആർക്കെങ്കിലും ഹഖറിയണം, ഇൽമു ലഭിക്കണം, അഹ്ലുസുന്നത്തിന്റെ കയ്യിൽ നിന്ന് മലയാളികളായ ആളുകൾക്ക് ഇൽമു ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? അറബി അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ഇനി അറബി അറിയുന്നവരാണെങ്കിലും എന്താണ്, അവർക്ക് അവരുടെ സ്വന്തം ഭാഷ ഉണ്ടെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം? പൂർണ്ണമായി അവർക്ക് വിശ്വസിക്കാവുന്ന ദർസുകളാണ് ആരുടേത്? അബൂ മുഫ്ലിഹ് ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹം ഇമാം ബർബഹാരി റഹിമഹുള്ളാഹിയുടെ ഈ തർജമയിൽ പറഞ്ഞ ഒരു സംഭവമാണ് അബു അബ്ദുല്ലാ അൽ ഫഖീഹ് റഹിമഹുല്ലാഹ് തബഖാത്തുൽ ഹനാബിലയിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അതിന്റെ ഒരു ഭാഗം ഇതാണ്: ഇദാ അഹബ്ബ അൽ ഇമാം അൽ ബർബഹാരി ഫഇന്നഹു സാഹിബു സുന്ന. ബഗ്ദാദ്, ആ പ്രദേശത്തുള്ള ആളുകൾ ഇമാം ബർബഹാരിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ബഗ്ദാദ് ഭാഗത്തുള്ളവർ ഇമാം ബർബഹാരിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവൻ എന്താണ്? അവൻ സുന്നത്തിന്റെ ആളാണ്. അവനെന്താണ്? അവൻ സുന്നത്തിന്റെ ആളാണ്. ഇതൊരു പ്രയോഗമാണ്. ഇത് ഇമാമിങ്ങൾക്കിടയിലുള്ള പ്രയോഗമാണ്. ഇതെന്തല്ല ഒരു പുത്തനാശയമല്ല. ഇത് പുത്തനാശയമാണ് എന്ന് തോന്നുന്നവരാണ് പുത്തനാശയക്കാർ. മറിച്ച് ഇത് ഇമാമിങ്ങളുടെ സംസാരത്തിൽപ്പെട്ടതാണ്. എന്ത്?
ഇന്നയാളെ സ്നേഹിക്കുന്നുണ്ട്, ഇന്നയാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നീ കാണുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്നവർ അഹ്ലുസുന്നത്താണ്. നമ്മളിന്ന് പറയും അശേഖ് യഹ്യ ഹഫിളഹുല്ലാഹയെ സ്നേഹിക്കുന്നവർ അവർ അഹ്ലുസുന്നയാണ്. അദ്ദേഹത്തെ വെറുക്കുന്നവർ അവർ അഹ്ലുസുന്നയാവാൻ തരമില്ല. അദ്ദേഹത്തോട് എതിർത്ത് നിൽക്കുന്നവർ അവർ അഹ്ലുസുന്നയാവാൻ ഒരു തരവുമില്ല. അശേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ സ്വാഭാവികമായ അഹ്ലുസുന്നയാണ്. പക്ഷേ കുറെ ആളുകൾ അദ്ദേഹത്തോടുള്ള ഇഷ്ടം വാദിക്കുന്നുണ്ട്. ഏതുപോലെ അശേഖ് യഹ്യ ഹഫിളഹുല്ലാഹയോട് ഇഷ്ടം വാദിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചിലർ ഇഷ്ടം വാദിച്ചു. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, യുഹിബ്ബുക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം യഥാർത്ഥത്തിലുള്ള. അപ്പൊ സ്നേഹം വാദിക്കുന്നു എന്നതല്ല, മറിച്ച് യഥാർത്ഥത്തിൽ അവരുടെ മൻഹജിലാണോ എന്നതാണ് കാര്യം. അപ്പോ ആളുകൾ എന്ത് ചെയ്യുന്നു? വാദിക്കുന്നു. ഇവ ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് വാദിക്കുന്നവരാണ്. ലോകത്ത് സലഫിയാണ് ഞാനെന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാവരും ഏകദേശം. അപ്പോ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു തിരിഞ്ഞുനോട്ടം ഇമാം ബർബഹാരി റഹിമഹുല്ലാഹുവിന്റെ ശർഹ് സുന്നയിലേക്ക് ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം നടത്താം എന്ന് ഞാൻ കരുതി. ഇമാം ബർബഹാരി റഹിമഹുല്ലാഹയുടെ ശർഹ് സുന്നക്ക് അശേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹു തആല അദ്ദേഹം കൊടുത്ത ശർഹാണ് ഈ സംസാരത്തിന് ആസ്പദം. അപ്പോ ആ കിതാബിലുള്ള ചില കാര്യങ്ങൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാം. അതുപോലെ തന്നെ സലഫിയത്ത് വാദിക്കുന്നവരായ, സലഫിയത്ത് എല്ലാവരും വാദിക്കും. ഏതുപോലെ അള്ളാഹുവിനോട് ഇഷ്ടം വാദിക്കുന്നത് പോലെ സലഫിയത്തും എല്ലാവരും വാദിക്കും. അഹ്ലുസുന്ന വൽ ജമാഅ എന്നവരാണ് നമ്മൾ എന്ന് എല്ലാവരും വാദിക്കും. ആ വാദിക്കുന്നവർ എല്ലാ വാദങ്ങളും സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റൂല, മറിച്ച് അതിന് യാഥാർത്ഥ്യം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ ആരാണ് അഹ്ലുസുന്ന എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ ആരാണ് യഥാർത്ഥ അഹ്ലുസുന്ന എന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ, എനിക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എവിടേക്ക് മടങ്ങണം? നേരത്തെ ഈ സംരക്ഷിക്കപ്പെട്ട പുസ്തകത്താളുകളിലേക്ക് മടങ്ങണം. യഥാർത്ഥ അഹ്ലുസുന്നയാണെന്ന് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഈ മുൻഗാമികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങണം. അതിനുവേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്? ശർഹ് സുന്ന ലിൽ ഇമാം അൽ ബർബഹാരി അദ്ദേഹത്തിന്റെ ഈ കിതാബ് എടുത്തത്. ശർഹ് സുന്ന അതിലുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളാണ് എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല. തർക്കമുള്ളവൻ പിന്നെന്ത് ചെയ്യരുത്? ഞാൻ അഹ്ലുസുന്നയാണെന്ന് പറയരുത്. ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കിതാബിലെ ചില ഭാഗങ്ങളിലേക്ക് പലയിടത്തേക്കുമായി നമുക്കൊന്ന് പോകാം. എന്തായാലും അതിലെ ആദ്യ ചില വാചകങ്ങൾ അദ്ദേഹം ഹംദും സലാത്തും പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇഅ്ലമൂ അന്നൽ ഇസ്ലാമ ഹുവ സുന്ന വസ്സുന്നത ഹിയൽ ഇസ്ലാം. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടതാണത്. നിങ്ങൾ അറിയണം, ഇസ്ലാം എന്നാൽ അത് സുന്നത്താണ്. സുന്നത്ത് എന്നാൽ അത് ഇസ്ലാമാണ്. സുന്നത്ത് എന്നാൽ അത് ഇസ്ലാമാണ്. വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖർ. അതിൽ ഒന്ന് മറ്റൊന്നില്ലാതെ നിലകൊള്ളുകയില്ല, നിലനിൽക്കുകയില്ല. അപ്പൊ ഇതെന്താണ്? ഇത് അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യമാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാം ഇസ്ലാമാണ്. കൊണ്ടുവന്ന എല്ലാം ഇസ്ലാമാണ്. എല്ലാം ദഅവ ചെയ്യപ്പെടേണ്ടതാണ്, അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതിൽ ഒന്നുപോലും എതിർക്കപ്പെടാൻ പാടില്ലാത്തതാണ്, ഒന്നുപോലും മാറ്റിവെക്കപ്പെടാൻ പാടില്ലാത്തതാണ്. ചില ആളുകൾ ഇന്ന് എന്ത് ചെയ്യാണ്? തൗഹീദിലേക്ക് 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 എന്ന് മാത്രം പറഞ്ഞു വിളിക്കുന്നത് കാണാൻ സാധിക്കും. തൗഹീദ് ഉണ്ടോ എങ്കിൽ കൂട്ടിപ്പിടിക്കുക, തൗഹീദ് ഉണ്ടെങ്കിൽ കൂട്ടിപ്പിടിക്കുക, തൗഹീദ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിക്കുക. തൗഹീദുള്ളവരെ നമുക്ക് ഒരുമിക്കാം. അത് ഒരിക്കലും ശരിയല്ല. فالذي يدعي الإسلام ولا يعمل بالسنة أي طريق الرسول صلى الله عليه وسلم ليس بمسلم.
ഇസ്ലാം വാദിക്കുകയും എന്നിട്ട് സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിലല്ലാത്തത് അവനെന്തല്ല? മുസ്ലിമല്ല, യഥാർത്ഥത്തിലുള്ള മുസ്ലിമല്ല. അപ്പോ സുന്നത്തിലേക്കും നമ്മൾ ക്ഷണിക്കണം, തൗഹീദിലേക്കും ക്ഷണിക്കണം. തൗഹീദിലേക്ക് മാത്രം ക്ഷണിച്ചത് കൊണ്ട് ആയില്ല. ശരി. അപ്പൊ ഇങ്ങനെ പറയുന്ന ആളുകൾ അവരുടെ ചില വാദങ്ങളും ചില കാര്യങ്ങളുമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം, അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു കിതാബ് എടുത്തത്. നമുക്കറിയാം, മുസ്ലിം ലോകം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങളിലായി ഭിന്നിപ്പിലായിട്ടുണ്ട്. അവർ ഭിന്നിച്ചു കഴിഞ്ഞു. ഇനി അതിലെന്തില്ല, വേറൊന്നും പറയാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണത്, അത് നടക്കുമെന്ന് പറഞ്ഞതാണ്, അത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം അതിലെ കക്ഷികളായി പിരിയുമെന്ന് ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് എന്നിട്ട് അതിൽ ദീനിലെ മുഴുവൻ പാർട്ടികളും ഉൾക്കൊണ്ടതാരാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. വദാലിക അന്ന സുന്നത വൽ ജമാഅത ഖദ് അഹ്കമ അംറ الدين كله وتبين للناس فعلى الناس الاتباع. അദ്ദേഹം പറഞ്ഞു, സുന്നത്തും ജമാഅത്തും, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അതെന്ത് ചെയ്തിട്ടുണ്ട്? അത് ദീനിനെ മുഴുവൻ ഖദ് അഹ്കമ അംറ الدين كله, എല്ലാ ദീനിലെ മുഴുവൻ കാര്യങ്ങളും അതെന്ത് ചെയ്തിട്ട് ഒരുമിപ്പിച്ചിട്ടുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞവർ എന്ത് ചെയ്തിട്ടുണ്ട്? ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരുമിപ്പിച്ചിട്ടുണ്ട്. വതബയ്യന ലിന്നാസ്, അതുപോലെ ജനങ്ങൾക്ക് അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഫഅലൻ നാസിൽ ഇത്തിബാ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ ഉള്ളത്? അതിനെ പിന്തുടരുക എന്നത് മാത്രമാണ് അവർക്ക് പണി. ഇത് പറയുന്നത് എവിടെയാണ് എന്നാണെന്നുള്ളത് ഓർക്കണം. ഹിജ്റ 300 കാലഘട്ടങ്ങളിലാണ്. ശരി. അതിനാൽ തന്നെ ഇത്തരം ബിദ്അത്തുകൾ, ഇത്തരം ഇഖ്തിലാഫുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അശ്ശൈഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ യഖീ മിൻ ശർരി ഹാദൽ ഇഖ്തിലാഫി ഇല്ല തമസ്സുകു ബിസുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം ഭിന്നിപ്പുകളുടെ തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിൽ മുറുകെ പിടിക്കുന്നതിലൂടെയല്ലാതെ. വഹിയ മാ കാന അലൈഹി റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബുഹു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിന്റെ സ്വഹാബികളും എന്തൊന്നിലായിരുന്നു അതാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ? ഫിൽ അഖീദ, അഖീദന്റെ വിഷയത്തിൽ, വൽ ഇബാദ, ഇബാദത്തിന്റെ വിഷയത്തിൽ, വൽ മുആമലാത്ത്, പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ, വൽ അഖ്ലാഖ്, സ്വഭാവത്തിന്റെ വിഷയത്തിൽ, വൽ ആദാബ്, അദബുകളുടെ വിഷയത്തിൽ, വഹുമുൽ ഫിർഖത്തുൻ നാജിയ, അവരാണ് ഫിർഖത്തുൻ നാജിയ. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അവരുടെ അഖീദ എന്തായിരുന്നു മാത്രം അറിഞ്ഞാൽ പോരാ. ഞാനൊക്കെ അറബി കോളേജിൽ പഠിക്കുമ്പോൾ ചില ആളുകൾ പറയാറുള്ള സംസാരത്തിൽപ്പെട്ടതാണ്. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ വലിയ പ്രാസംഗികമാണ്, പറയാറുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. നമ്മളൊക്കെ സ്വാഭാവികമാണ്, ചിലപ്പോൾ അത് നല്ലൊരു നിയ്യത്ത് കൊണ്ട് പറഞ്ഞതായിരിക്കും. നമ്മളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ അദബുകളും കാര്യങ്ങളൊന്നും ഖുത്ബ പറയണ്ട, മറിച്ച് അഖീദന്റെ വിഷയം മാത്രം ഖുത്ബ പറഞ്ഞു. കാരണം നമുക്ക് അതിനുള്ള അർഹത ഉള്ളൂ. മനസ്സിലാവുന്നില്ല? അത് സ്വയം തിരിച്ചറിവാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല ആകേണ്ടത്. മറിച്ച് അവൻ അഖീദയിലും അഹ്ലുസുന്ന ആകണം, അവൻ ഇബാദത്തിലും അഹ്ലുസുന്ന ആകണം, മുആമലാത്തിലും അഹ്ലുസുന്ന ആകണം, സ്വഭാവത്തിൽ അഹ്ലുസുന്ന ആകണം, അതുപോലെ അദബിലും അഹ്ലുസുന്ന ആകണം. അവരാണ് ഫിർഖത്തുൻ നാജിയ. മിൻ ബൈനി 73 ഫിർഖ കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. ശൈഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, അവരാണ് അഹ്ലുസുന്ന 73-1. ആര്? അഖീദയും മുആമലാത്തും ഇബാദാത്തും അദബും അഖ്ലാഖും ഒക്കെ അവരെ പോലെ ആക്കി വെക്കും. അതല്ലാതെ ഏതെങ്കിലും കുറച്ച് മാത്രം ചെയ്തവരല്ല, മറിച്ച് മുഴുവൻ ചെയ്തവരാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശൈഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് കലാമിനെ ശറഹായി കൊണ്ട് പറഞ്ഞു, ഫലൻ യുഖാലിഫ മാ അലൈഹി അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇല്ലാ അഹ്ലുദ്ദലാൽ. അഹ്ലുസുന്ന വൽ ജമാഅത്ത് ചെയ്തിരുന്ന ഒരു കാര്യത്തിനോട് എതിരാവുകയില്ല ആരല്ലാതെ? അഹ്ലുദ്ദലാൽ അല്ലാതെ, വഴികേടിന്റെ ആളുകളല്ലാതെ അവരെന്ത് ചെയ്യില്ല?
അതിനെതിരാവുകയില്ല. എന്നിട്ട് അദ്ദേഹം ഓതുകയാണ് ഫമാദാ ബഅദൽ ഹഖ്ഖി ഇല്ല ളലാൽ. ഹഖിന് ശേഷം പിന്നെ ളലാൽ അല്ലാതെ വേറെ എന്താ ഉള്ളത്? ഇവിടെ ഹഖ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്ത് പിന്നെ ളലാൽ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഹഖ് ഒന്നേ ഉള്ളൂ. അൽ ഹഖു വൽ ഹഖു ഹുവ മാ അലൈഹി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ദൂന ഗൈരിഹിം. വേറെ ഉള്ളവരൊന്നും ചേർന്നതല്ല ഹഖല്ല. അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്തൊരു നിലപാടിലാണോ ഉള്ളത് അതാണ് ഹഖ് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ ഭാഗങ്ങളായിട്ട് ഉള്ള കാര്യങ്ങളെ എന്ത് ചെയ്യണം, ഇങ്ങനെ വായിക്കണം ഇൻഷാ അല്ലാഹ്. മറ്റൊരു സ്ഥലത്ത് ഇമാം ബർബഹാരി റഹിമഹുള്ളാഹിയുടെ ഒരു വാക്ക്, വഅലം, അറിയണം, അന്ന الناس لم يبتدعوا بدعة قط حتى تركوا من السنة مثلها. നീ അറിയണം, ജനങ്ങൾ ഒരു ബിദ്അത്തും ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെയല്ലാതെ? അതിൽ നിന്നും അതിന്റെ അളവിലൊരു സുന്നത്ത് പുറത്തു പോയിട്ടല്ലാതെ. ഇസ്ലാമിൽ നിന്ന് ആ ബിദ്അത്ത് ഉണ്ടാക്കിയതിന്റെ അളവിലൊരു സുന്നത്ത് പുറത്തു പോയിട്ടല്ലാതെ. അപ്പോ ശൈഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, ഇതൊരു വലിയ ഹിക്മത്താണ്, വലിയൊരു യുക്തിയാണ് ഈ പറഞ്ഞത്. അത് സലഫുകളിൽ നിന്ന് വരാറുള്ള കാര്യമാണ്. എന്തെന്നാൽ ഈ കാര്യം എന്തെങ്കിലും പുതിയ ഉണ്ടാക്കിയാൽ പഴയത് പോകുന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറയണല്ലേ, അന്നഹു ലാ തജ്തമിഉ സുന്നത്തു വൽ ബിദ്അതു. എന്തുകൊണ്ടെന്നാൽ ഒരാളിൽ സുന്നത്തും ബിദ്അത്തും ഒരുമിക്കുകയില്ല. സുന്നത്തും ബിദ്അത്തും ഒരുമിക്കുകയില്ല. ഇല്ലാ വതുഖ്രിജു ഇഹ്ദാഹുമൽ ഉഖ്റ. എങ്ങനെയല്ലാതെ? ഒന്ന് മറ്റൊന്നിനെ പുറത്താക്കിയിട്ടല്ലാതെ. ഒന്നുകിൽ സുന്നത്ത് ബിദ്അത്തിനെ പുറത്താക്കുക, അല്ലെങ്കിൽ ബിദ്അത്ത് സുന്നത്തിനെ പുറത്താക്കുക. ഫലാ യകൂനുൽ ഇൻസാനു മുബ്തദിഅൻ വസുന്നിയൻ. ഒരു മനുഷ്യൻ എന്താവില്ല, മുബ്തദി സുന്നി അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല. പകുതി മുബ്തദിയും പകുതി സുന്നിയായിട്ട് ഒരാൾ ഉണ്ടാവില്ല. ബൽ ഇമ്മാ അൻ യകൂന മുബ്തദിഅൻ. ഇതെന്റെ വാക്കുകളല്ല എന്നുള്ളത് ഇത് അറബി വായിക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലുണ്ടാവും. ധാരാളം വാക്കുകളാണ് ശൈഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹു തആല എന്നിലേക്ക് മാത്രമായിട്ട് ചേർത്തത്. എന്നിലേക്ക് ചേർത്തോളൂ, പക്ഷെ ആരുടെയും കൂടെ ചേർക്കണം, ശൈഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹിനെ കൂടെ ചേർക്കണം. ബൽ ഇമ്മാ അൻ യകൂന മുബ്തദിഅൻ. പക്ഷെ എന്താണ്? ഒന്നുകിൽ അവൻ മുബ്തദി ആവും, വ ഇമ്മാ അൻ യകൂന സുന്നിയൻ, അല്ലെങ്കിൽ അവൻ സുന്നിയായിരിക്കും. ചില ആളുകൾക്ക് സംസാരം ഇപ്പം ചെയ്യുന്നില്ല, ദഹിക്കുന്നില്ല. ലാ യജ്തമിആനി ഫീഹി. ഒരിക്കലും ഇത് രണ്ടും കൂടെ ഒരുമിച്ചൊരു സ്ഥലത്ത് ഉണ്ടാവില്ല. ഫലാ ബുദ്ദ അൻ തുഖ്രിജ ഇഹ്ദാഹുമൽ ഉഖ്റ. ഉറപ്പാണെന്ത്? ഒരെണ്ണം മറ്റേനെ പുറത്താക്കുന്നുള്ളത്. ഒന്നേ സുന്നത്ത് ബിദ്അത്തിനെ, അല്ലെങ്കിൽ ബിദ്അത്ത് സുന്നത്തിനെ. വഹാദാ മിൻ മദാറിൽ ബിദ്അ. ഇത് ബിദ്അത്തിന്റെ അപകടങ്ങളിൽപ്പെട്ടതാണ്. ഇതിന്റെ അർത്ഥം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ബിദ്അത്തും കടന്നു വരില്ല എന്നല്ല. പറഞ്ഞാൽ മനസ്സിലാക്കണം. ചിലപ്പോൾ ആൾക്ക് പിഴവ് പറ്റാം, തെറ്റ് പറ്റാം, മനുഷ്യനാണ്. ഒരിക്കല് ഞാനൊരു നിക്കാഹ് അതിന്റെ സാഹചര്യത്തിൽ എന്ത് ചെയ്തു, ചെക്കനെ അതുപോലെ തന്നെ പെണ്ണിന്റെ വലിയനെ കൈ പിടിച്ചിരുത്തി, കൈ കൊടുത്തിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അവരെ മുന്നോട്ട് ചോദിച്ചു, അപ്പൊ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, നമ്മളുടെ ഹോൾ വന്നിട്ട് പറഞ്ഞു, ഇതെന്താണ് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞത്, ഇത് ബിദ്അത്താണെന്നാണ്. ഇതെന്താണ്? ഇത് ബിദ്അത്താണെന്നാണ്. അങ്ങനെയാണ്. അന്വേഷിച്ചപ്പോ അങ്ങനെ തന്നെയാണ്. പിന്നെന്തായി? പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ടില്ല. ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു. ഞാൻ വലിയ സംഭവം ഒന്നല്ല, മറിച്ച് ഇത് എല്ലാവർക്കും പറ്റാവുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണെന്ത്? ഒരു ബിദ്അത്തോ ഒരു മഅസിയത്തോ ഒരു തിന്മയോ ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് വരാമെന്നത് പക്ഷേ ഉണർത്തിക്കൊടുക്കപ്പെട്ടാൽ ഉടനടി തിരുത്തണം. ഉണർത്തിക്കൊടുക്കപ്പെട്ടാൽ ഉടനടി തിരുത്തണം. ഇതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് അസ്ലിലായിട്ടുള്ള ആളും ഒരു ബിദ്അത്തുകാരനായിട്ടുള്ള ആളും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിലുള്ള ഒരു മനുഷ്യനാണ്, ഇദ്ദേഹം അഹ്ലുസ് സുന്നയാണെന്ന് നമുക്ക് ആർക്കും തർക്കമില്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കാം. ഒരാൾ അയാളിൽ ഒരു ബിദ്അത്ത് വന്നു, അയാൾക്ക് എന്ത് ചെയ്യും? ഇത് ബിദ്അത്താണെന്ന് അറിയിച്ചു കൊടുക്കും. അയാൾ അതിൽ തന്നെ നിലനിന്നാൽ അയാൾ ബിദ്അത്തുകാരനാവും. അയാൾ അതിൽ തന്നെ നിലനിന്നാൽ അയാൾ എന്താവും? അയാൾ ബിദ്അത്തുകാരനാവും. എന്നാൽ അയാൾ അതിനെ തിരുത്തിയാലോ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? എന്താണ്? അതായത് ആരെങ്കിലും തെറ്റുകൾ ചെയ്താൽ, തിന്മകൾ ചെയ്താൽ അവരെന്ത്? അള്ളാഹിനെ ഓർക്കും. അവരെന്ത്? അള്ളാഹിനോട് പാപമോചനം തേടും.
അള്ളാഹു അല്ലാതെ പാവം പൊറുക്കണവനാരുണ്ട്. അള്ളാഹ് പൊറുക്കും. തൗബ ചെയ്യുകയും അതിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്താൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവൻ. എന്നാൽ അതിൽ തന്നെ ഉറച്ചു നിന്നാൽ അവനെന്താവും? അവനെ പിന്നെ സുന്നി എന്നല്ല വിളിക്കാം, അവനെ പിന്നെ എന്താ വിളിക്കാം? ബിദ്ഈ എന്നാണ് വിളിക്കുക. അതിനുള്ള തെളിവുകൾ ഇമാമിങ്ങളുടെ അടുക്കൽ നിന്ന് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുള്ള തെളിവുകൾ ഇമാമിങ്ങളുടെ ചര്യയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഈ കിതാബ് ഒരു പ്രാവശ്യം ആരെങ്കിലും എടുത്തു വായിച്ചാൽ അവന് എണ്ണമറ്റ ഫവായിദുകൾ ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു പേജിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറഞ്ഞു, ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഹ്ദർ സിഗാറൽ മുഹ്ദസാതി മിനൽ ഉമൂർ. വഹ്ദർ, നീ സൂക്ഷിക്കണം. സിഗാറൽ മുഹ്ദസാതി മിനൽ ഉമൂർ, കാര്യങ്ങളിൽ ചെറിയ ബിദ്അത്തുകളെ നീ നല്ലോണം സൂക്ഷിക്കണം. കാര്യങ്ങളിൽ ചെറിയ ബിദ്അത്തുകളെ നീ സൂക്ഷിക്കണം. ഫഇന്ന സിഗാറൽ ബിദ്അഇ തഊദു ഹത്താ തസീറ കിബാറ. തീർച്ചയായും ചെറിയ ബിദ്അത്തുകൾ എന്തെയും? അത് വലിയ ബിദ്അത്തുകളായി മാറും. وكذلك كل بدعة أحدثت في هذه الأمة كان أولها صغيرا يشبه الحق. അദ്ദേഹം പറയാണ്, ഈ ഉമ്മത്തിൽ എന്തൊക്കെ ബിദ്അത്ത് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ തുടക്കത്തിൽ ചെറുതായിരുന്നു. യുഷ്ബിഹുൽ ഹഖ്, അത് സത്യത്തിനോട് നല്ല സാമ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ അതിൽ വീണു പോകുന്നത്. തിരിച്ചറിയാൻ പറ്റുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ചില ആളുകൾക്ക് നമ്മളുടെ നാട്ടിലെ ബർമക്കികൾ, കേരള ബർമക്കികൾക്ക് പല ബ്രാഞ്ച് ഉണ്ട്, പല തരണ്ട്, പല ബ്രാഞ്ച് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ കുറിച്ച് പറഞ്ഞു, യഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ ഔ തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ. നിങ്ങൾ വിചാരിക്കുന്ന അവരൊക്കെ ഒന്നാണ് എന്നാണ്. അവരൊക്കെ ഒന്നാണ്, ഒരേ ടീമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. വഖുലൂബുഹും ശത്താ, അവരുടെ ഹൃദയങ്ങൾ എന്താണ്? ഭിന്നിച്ചതാണ്. അവരുടെ ഹൃദയങ്ങൾ വേറെയാണ്. ഈ ഭാഗത്തേക്ക് തിരിഞ്ഞോക്കാത്തെന്ന് വെച്ചാൽ ഇങ്ങനെ വ്യൂ ഉള്ളതുകൊണ്ടാണ്. വഖുലൂബുഹും ശത്താ, അവരുടെ ഹൃദയങ്ങൾ എന്താണ്? ഭിന്നിച്ചിരിക്കുന്നു. അവർ വേറെ വേറെ ടീമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നമുക്ക് താക്കി നൽകി, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭിന്നിച്ച് അടിച്ചു പിരിഞ്ഞ ആൾക്കാരെ പോലെ നിങ്ങളാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉപദേശിച്ചതാണ്. ബർമക്കി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സംസാരത്തിന്റെ ടൈറ്റിലായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച ടൈറ്റിൽ എന്താണ്? ഇമാം ബർബഹാരിയും ബർമക്കികളും. ബർബർ രണ്ടുള്ളതുകൊണ്ട് ഒരു എന്താ പറയാ, അതിന്റെ ഒരു പ്രാസത്തിട്ട് വരുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോയി. ഇമാം ബർബഹാരിയും ബർമക്കികളും. ബർമക്കിയും ഇമാം ബർബഹാരിയും നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ അതിന് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോ ബർമക്കികൾ എന്താണ്? പല കോലമാണ്, പല തരമാണ്. ഞാനൊരു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾക്ക് ഈ ഒരു സംഭവം ഇവിടെ വായിച്ചത് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് സത്യം അതെന്ത് ചെയ്യുന്നുണ്ട്? പ്രചരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അഖൂന അബു അബ്ദുറഹ്മാൻ നൗഷാദ് ഹഫിളഹുല്ലാഹ് അവർ എന്ത് ചെയ്ത് ഒരു മർക്കസ് എന്ത് ചെയ്തു? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അതിൽ അവർക്ക് ശക്തി വന്നപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് ഖുവ്വത്തുണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ തന്നെ ഏൽപ്പിച്ചു. അതല്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ശക്തിയുള്ളപ്പോൾ അവർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യില്ല? ബിദ്അത്തിന്റെ ആളുകൾക്ക് ഇത് ഏൽപ്പിക്കൂല. സ്വാഭാവികമാണ്. അത് ജനാധിപത്യ എലക്ഷനോ ഒന്നുമല്ല. ഇത് വിവരം ഉണ്ടെങ്കിൽ തിരിച്ചറിയാവുന്ന ഒരു കാര്യം. അപ്പൊ നമ്മള് ഈ മർക്കസ് കൊണ്ടുപോയിട്ട് പിന്നെ ബർമക്കികൾക്ക് കൊടുക്കും. ഇവിടെ നമ്മളാണ് മുഴുവനും, അതുകൊണ്ട് അവർ പിടിച്ചെടുത്തേക്കാണ് ഈ മർക്കസ്. മറ്റെന്താ കാര്യം? ബർമക്കികളുള്ള പള്ളി നോക്കിയ കണ്ണൂർ സിറ്റി പള്ളി, അതെന്താ ചെയ്തത്? അത് ശരിക്കും പിടിച്ചെടുത്തതാണ്. തല്ല് ഉണ്ടായി, ചോര ഏൽപ്പിച്ച് ഒരു ദിവസത്തെ ഖുത്ബ, ജുമുഅ ഖുത്ബ, പിന്നെ ബാക്കിയുള്ള പള്ളികളിൽ പള്ളിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആളുകൾ കാണുന്ന എന്താണ്? നിറച്ച് പോലീസ് വണ്ടി, മടി വീടി, ചോര ഏൽപ്പിച്ച് കുറെ ആളുകൾ. അവരെന്ത് ചെയ്തതാണ്? പിടിച്ചെടുത്തതാണ്. അതിനിപ്പോ ജനാധിപത്യം എന്ന് പോലും പറയാൻ പറ്റില്ല, സ്വേച്ഛാധിപത്യം എന്ന് മറ്റും പറയേണ്ടി വരും. ജനാധിപത്യം നല്ലതായിട്ടല്ല പറഞ്ഞത്, മറിച്ച് ഇവര് ഇതിനെ പറഞ്ഞത് ജനാധിപത്യം എന്നാണെങ്കിൽ മറ്റേനെന്താ പറയേണ്ടത്? വേറെന്തെങ്കിലും അധിനിവേശം എന്നോ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. അലാക്കുൽ നമ്മൾ ഒഴിവാക്കുക. എന്തായാലും എന്നിട്ട് അവർ ന്യായീകരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു എന്താണ്?
ബർമക്കികൾ പല കോലത്തിലാണ്. അവർ ന്യായീകരിക്കണം. ആരാണ് ന്യായീകരിക്കുന്നത്? അവിടെ ദർസെടുക്കാൻ വേണ്ടി കടന്നു ചെന്ന നസീഫ് ഇബ്രാഹിം, വേറെ ഒരു ചെക്കനും അവിടത്തുള്ള ചെക്കനാണ്. അങ്ങനെയുള്ള 2-3 ആൾക്കാർ അവിടെ ദർസെടുക്കാൻ പോയി. അവരെ കുറിച്ച് പറഞ്ഞ എന്താണ്? സലഫികൾ. അവരെ കുറിച്ച് പറഞ്ഞ എന്താണ്? സലഫികൾ, അതായത് ബർമക്കികൾ. അവർ സലഫി എന്ന് പറഞ്ഞാൽ ആരാണ്? ഏകദേശം കുറെ ആൾക്കാർ ബർമക്കി ആയിരിക്കുള്ളൂ. ഇനിയിപ്പോ അവര് സലഫി എന്ന് പറഞ്ഞാൽ എല്ലാവരും ബർമക്കിയാന്ന് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ വിശദീകരിച്ചു വരരുത്. മറിച്ച് ഇവിടെ പറഞ്ഞത് ആരെയാണ്? ഇവരെ ബർമക്കി കൂട്ടത്തിലുള്ളതാണെന്നുള്ളതുകൊണ്ടാണ് അവർ സലഫി എന്ന് പേര് അവർക്ക് ട്രേഡ് മാർക്ക് കൊടുത്തത്. എന്നാൽ ഇവരുടെ അവസ്ഥ എന്താണ്? ഈ പറഞ്ഞ നസീഫിന്റെയും ഒക്കെ അവസ്ഥ എന്താണ്? അവർ ഹലബി മൻഹജിലാണ്. ഞങ്ങൾ ഹലബിക്കൊരു പിഴവുമില്ല, ഹലബി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളാണ് എന്ന് തുറന്നു പറയുന്നവനാണ് ആര്? നസീഫിന്റെ കൂടെയുള്ളവർ. ഇവരോ? ഇവർ പറയുന്നത് ഹലബി ബിദ്അത്തുകാരനാണ്, അതിന് ഞങ്ങൾക്കൊരു സംശയമില്ല. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ കാഴ്ചപ്പാടിൽ ബിദ്അത്തുകാരായിട്ടുള്ള ആളുകൾ പെട്ടവരാണ് ആര്? നസീഫ്. പക്ഷെ അവരെ എന്ത് കണക്ട് ചെയ്യുന്നു? ബറാമിക എന്ന ഈ ഒരു വലയം അവരെ കണക്ട് ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയണില്ലല്ലോ, ഞങ്ങൾ നിങ്ങളെയും കുറ്റം പറയില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട്. നിങ്ങളുടെ ആശയം എന്തായിക്കൊള്ളട്ടെ. നിങ്ങൾ ഹലബിനെ പിടിക്കണം, ഹലബിനെ പിടിച്ചോ. അബുൽ ഹസൻ അൽ മാരിബിനെ പിടിക്കണം, അബുൽ ഹസൻ അൽ മാരിബിനെ പിടിച്ചോ. അതും പിടിക്കുന്നുണ്ടോ? അതും പിടിക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ഈ കൂട്ടത്തിൽപ്പെട്ട വേറൊരുത്തന് ഇതേപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അരീക്കോട് വാത്ത് മറ്റുള്ള മെസ്സേജ് അയച്ചിട്ട്, എന്താണ് ഈ ഹലബിക്കിനൊക്കെ നിങ്ങൾ കുറ്റം പറയണ്ടല്ലോ, എന്തിനാണ്? പിന്നെ അബുൽ ഹസന്റെ വിഷയത്തിൽ എനിക്ക് അതന്നെ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്, ആരാണ് പേര് നിങ്ങൾക്ക് ഓർമ്മയില്ല, ഈ രൂപത്തിലൊരു മെസ്സേജ്. അപ്പോ ഇവരെയാണ് ആര് ന്യായീകരിക്കുന്നത്? മുഹ്സിൻ ഐദീദിന്റെ ആളുകൾ ന്യായീകരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവര് തന്നെ പറയും ഇത് ബിദ്അത്തുകാരാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം ആലോചിച്ച കാര്യമാണെന്ത്? ഇമാം സ്വഹാബിയുൽ ജലീൽ ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, ഇന്നദ്ദലാലത ഹഖ്ഖദ്ദലാല അൻ തഅരിഫ മാ കുൻത തുൻകിർ വതുൻകിറ മാ കുൻത തഅരിഫ്. അപ്പൊ ഈ സംസാരം, ഈ അസറ് നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത്, അതിപ്പോ നിങ്ങളിലേക്കും വന്നിട്ടില്ലേ നമ്മളെന്ന്. അപ്പൊ നിങ്ങൾ ഇന്നലെ നിഷേധിച്ചതൊക്കെ ഇന്ന് ശരിയായി പറഞ്ഞില്ലേ, ഇന്നലെ ശരിയായി പറഞ്ഞൊക്കെ ഇന്ന് നിഷേധിക്കുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ദലാലത്ത്, വഴികേട്, അതിന്റെ യഥാർത്ഥ വഴികേട് എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്കറിയുന്ന കാര്യങ്ങൾ, അറിയാമായിരുന്ന കാര്യങ്ങൾ നീ നിഷേധിക്കലാണ്. നീ നിഷേധിച്ചിരുന്ന കാര്യങ്ങൾ നീ അറിയുന്നതായിട്ട് നിനക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ മാറ്റലാണ്. ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാവുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഈ വർത്താനം പറഞ്ഞപ്പോ, ഈ ഒരു സംസാരം നമ്മൾ അവർക്കെതിരെ പറഞ്ഞപ്പോ അവര് പറഞ്ഞത്, അപ്പോ നിങ്ങളിലുണ്ടല്ലോ നമ്മളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ, അപ്പൊ അവരും ഇന്നലെ പറഞ്ഞത് സത്യമായിട്ട് പറഞ്ഞത് ഇപ്പൊ നിഷേധിച്ചില്ലേ? ശരി, ഇതിനുള്ള നല്ല മറുപടി നിങ്ങളുടെ പ്രവർത്തനമാണ്. കാരണം നിങ്ങൾക്കറിയാം ഹലബിയുടെ ആളുകൾ ബിദ്അത്തുകാരാണെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ മറച്ചു വെക്കണില്ല. മുഹ്സിനക്കറിയാം, നിയാത്തിനറിയാം. എന്നിട്ടും നിങ്ങൾ എന്താണ് എഴുതി വെച്ചത്? അവർ സലഫികളാണ്. മനസ്സിലാവുന്നു? ഹലബികളുടെ ആളുകൾ ബിദ്അത്തുകാരാണെന്ന് നിങ്ങൾ ഇൻകാർ ചെയ്തു തന്നെയാണ്. എങ്ങനെ? നിർബന്ധിതരായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിയ്യത്തുകളെ ചോദ്യം ചെയ്യാനാ നമ്മളറിയാം, പക്ഷെ വാഹിറിൽ നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. അത് സാജിദിന്റെ ഒരു സംസാരത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കേട്ടതാണ്. സാജിദിന്റെ ഒരു സംസാരം അൽഹംദുലില്ലാ നമ്മളുടെ അഖൂന സുഹൈൽ ഹഫിളഹുല്ലാഹ് എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്തപ്പോ നമ്മൾ കേട്ടതാണ്. എന്ത്? സാജിദ് ചോദിക്കാണ് ആരോട്? മുഹ്സിനോടും മുനിയാബിനോടൊക്കെ ചോദിക്കാൻ പറയുകയാണെന്ത്, നിങ്ങൾ എന്നാൽ പോയിട്ട് അവരോട് ഹലബിന്റെ മനഹജിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. കപ്പറിയവരെ കള്ളത്തരം. ആരെ കള്ളത്തരം? ഈ മുഹ്സിന്റെ നിയാബിന്റെ കള്ളത്തരം. പണ്ട് സാജിദ് പറഞ്ഞു, നീ അന്ന് നിഷേധിച്ചിരുന്നു, ഇപ്പൊ നിനക്ക് ശരിയായി. അതേ ഹലബിനെ ഇപ്പോഴും ന്യായീകരിക്കുന്നവര് എന്താണ്? അവർക്ക് ഇപ്പോഴും സെൽഫിയാണ്. ഏകദേശം ഒരു ചിത്രം മനസ്സിലായല്ലോ. ഇതാണ് ഇവരുടെ അവസ്ഥ. എന്തായാലും ഈ ബർമക്കികളായ ആളുകളുടെ ഇടയിലുള്ള ബിദ്അത്തുകൾ അത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല, ചെറുതായിരുന്നു. ഇന്നതെന്തായി? വളർന്ന് പന്തലിച്ച് വലിയ വൃക്ഷങ്ങളായി അൽഹംദുലില്ലാ ആളുകൾക്ക് മുന്നിൽ. ഇത് അവരുടെ ബിദ്അത്ത് വളർന്നതിനുള്ള സന്തോഷമല്ല, മറിച്ച് ആളുകൾക്ക് വ്യക്തമാവണുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. അവരേതായാലും തൗബ ചെയ്യാൻ പോകുന്നൊന്നും ഇനി പോകുന്നുണ്ടോ എനിക്കറിയില്ല. ഇതുവരെ പോയതായി നമ്മൾ കണ്ടിട്ടില്ല.